ഹലോ ഗൈസ്, ഇതിപ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. അതെ ഗൈസ്, തലേ ദിവസം ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നത് അത് തന്നെ. എന്നെ കാണാൻ ചന്ദ്രനെ പോലെയല്ലേ ലോകയിലത്തെ. ശരി, അതൊക്കെ വിടുക ഗൈസ്. അപ്പോൾ എനിക്കൊരു റോബോട്ട് മോഡലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തോ, A4 ഷീറ്റ് കട്ട് ചെയ്തോ, കാർഡ്ബോർഡ് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യലോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതുപോലത്തെ ക്യൂബ്സും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി A4 ഷീറ്റൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ വരച്ചിതാ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് മാത്രം അമ്മ ഹെൽപ്പ് ചെയ്തു, ബാക്കിയൊക്കെ ഞാനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ക്യൂബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ റോബോട്ട് ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. 3, 2, 1 ഇതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫൈനൽ റോബോട്ട് മോഡൽ എനിക്ക് അത്രയും ഓക്കെയാണ്. ഒരു 10ൽ നമുക്കൊരു 8, 7 ഒക്കെ കൊടുക്കാം. കാരണം ഇതിന് നെക്കില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാനും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ്, ഇത് മാത്രം ഉണ്ടാക്കിയാലും ഇതിന് ഈ ഒരു ഏരിയ ഒക്കെ നോക്കൂ ഗൈസ്, ഫുൾ പേപ്പർ ആൻഡ് എല്ലാം. അപ്പോൾ നമുക്കതിന് ഇനി എല്ലാം കൂടി ഇരുന്ന് ക്ലീൻ ആക്കാം ഗൈസ്. അപ്പോൾ കളർ പേപ്പർ ബാക്കി വന്നതൊക്കെ ഫയലിൽ വെച്ചു, ഗ്ലൂ ഒക്കെ അടച്ച് വെച്ചു. അതിൻ്റെ സ്കെച്ചസൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ഗൈസ്, ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നാളെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ ഞാൻ നെട്ടോട്ട് ഓടേണ്ടി വരും ഗൈസ്. കാരണം നാളെ രാവിലെ ഞാൻ എണീക്കുന്നത് ഒരു 6:45, 7 o'clock, 7:30ക്ക് വണ്ടി വരും. അപ്പോൾ ഒന്നും എടുത്ത് വെക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കുപ്പയിലിട്ടു, ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. സോ ഗൈസ്, ഇപ്പോൾ ടേബിളിലുള്ളത് നാളെ ബാഗിൽ എടുത്ത് വെക്കാനുള്ള എൻ്റെ പ്രോജക്ട്സും അതേപോലെ തന്നെ ഹോളിഡേ ഹോംവർക്ക്സ് ആണ് കേട്ടോ. ഈ 10 ദിവസത്തിൽ ഞാനെല്ലാം എഴുതിയിട്ടുള്ള ഹോളിഡേ ഹോംവർക്ക്സ് എല്ലാം കൊടുക്കണ്ടേ ഗൈസ്. എന്തൊക്കെ ഹോളിഡേ ആയാലും നമ്മളുടെ ഹോളിഡേ ഹോംവർക്കിന് ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ വിടൂ ഗൈസ്. എല്ലാം നമുക്കിനി ബാഗിൻ്റെ ഉള്ളിലേക്ക് കമത്താം ഗൈസ്. നാളെ ഞാനൊരു 10 കിലോ തൂക്കണ്ടേ, ആ ഒരു 10 കിലോ ആണ് ഗൈസ് ഇതെങ്ങാനും കൊണ്ടുപോയില്ലെങ്കിൽ പണി പാളും ഗൈസ്. കാരണം ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എടുത്തിട്ട് പറഞ്ഞ് ഒരെണ്ണം പോലും മിസ്സാക്കാൻ പാടില്ലെന്ന്. ഇനിയിപ്പോൾ ടീച്ചർ വന്ന് കളക്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയാലേ ഞങ്ങൾക്കൊരു സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, ഞാനാണെങ്കിൽ ഹോളിഡേയ്സിന് മുന്നേ വെച്ചിട്ടുള്ള എനിക്കൊരു 2 ബുക്ക് കിട്ടി, ചെറിയ ബുക്ക്. നോക്കുമ്പോഴാണ് ഗൈസ് മനസ്സിലായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബുക്കായിരുന്നു അത്. അവൾ ആബ്സെൻ്റ് ആയപ്പോൾ ടീച്ചർ എനിക്ക് തന്നതാണ്, അവൾക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇത് എൻ്റേതാണ്, ഇത് അവളുടേതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതെ, ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് എടുത്ത് കൊടുക്കാം ഗൈസ്. അപ്പോഴത്തേക്കും നമുക്കെല്ലാം ബാഗിൻ്റെ ഉള്ളിലേക്ക് കമത്താം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു റീഓപ്പണിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെയാണ് എല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.